मेरी ये शिमले दी राहें चंबा कितनी ഷിംലയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ജക്കു മലകൾ സമുദ്രനിരപ്പിൽ നിന്ന് 2454 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയ പർവ്വതനിരകളുടെ വടക്കു പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്ന് 2130 മീറ്റർ അഥവാ 6998 അടി ഉയരത്തിൽ ഷിംല സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും അടുത്ത നഗരമായ ചണ്ഡീഗഡിൽ നിന്ന് ഏകദേശം 115 കിലോമീറ്റർ ദൂരവും ഡൽഹിയിൽ നിന്ന് ഏകദേശം 365 കിലോമീറ്റർ ദൂരവും ഇവിടേക്കുണ്ട്. 1819 ഗോർഖ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരാണ് ഷിംല എന്ന പേര് ഈ പ്രദേശത്തിന് നൽകിയത്. അതിനു മുൻപ് കാളീദേവിയുടെ മറ്റൊരു പേരായ ശ്യാമളാദേവിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. ആ പേരിൽ നിന്നാണ് ഷിംല എന്ന വാക്കുണ്ടായത്. 1822 സ്കോട്ടിഷ് സൈനികനായ ചാൾസ് പ്രാറ്റ് കെന്നഡി ഇവിടെ ആദ്യത്തെ വേനൽക്കാല വസതി സ്ഥാപിച്ചു. 1828 മുതൽ 1835 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭുവിന് ഷിംല വളരെ പ്രിയപ്പെട്ടതായി മാറി. ബ്രിട്ടീഷ് സൈനികരും വ്യാപാരികളും ഉദ്യോഗസ്ഥന്മാരും വേനൽക്കാലത്ത് ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇവിടേക്കെത്തിയിരുന്നു. 1864 ഷിംലയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. കോളനി ഭരണക്കാലത്തെ നിരവധി കെട്ടിടങ്ങൾ ഷിംലയിൽ ഇപ്പോഴും കാണാം. ഹിമാചൽ പ്രദേശ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഷിംല മഞ്ഞുകൊണ്ട് മൂടും. മഞ്ഞുപുതപ്പുകൊണ്ട് ആകെ മൂടിക്കിടക്കുന്ന ഷിംല മറ്റൊരു മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുക. ഒരു വർഷത്തിൽ പലതവണ ഇവിടെ താപനില മാറി മറിയാറുണ്ട്. വേനൽക്കാലത്തു പോലും 14 ഡിഗ്രി സെൽഷ്യസിനും 20 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇവിടെ ചൂട്. തണുപ്പുകാലത്ത് ഇത് -7 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പഞ്ചാബിന്റെ പരമ്പരാഗത തലസ്ഥാനമായിരുന്ന ലാഹോർ പാകിസ്ഥാനിലെ പഞ്ചാബിന്റെ ഭാഗമായതോടെ ഇന്ത്യൻ പഞ്ചാബിന്റെ താൽക്കാലിക തലസ്ഥാനമായി ഷിംല മാറി. 1960 ചണ്ഡീഗഡ് നഗരം പണി തീരുന്നതുവരെ ഈ സ്ഥിതി തുടർന്നു. 1971 ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ ഷിംലയെ അതിന്റെ തലസ്ഥാനമാക്കുകയായിരുന്നു. മുഖ്യമന്ത്രി വീരഭദ്രസിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ ഹിമാചൽ ഭരിക്കുന്നത്. മനോഹരമായ പർവ്വതനിരകളും പ്രകൃതി ഭംഗിയുമാണ് ഷിംല സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. മലനിരകൾക്ക് മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ ദൂരക്കാഴ്ചയിൽ സമ്മാനിക്കുന്നത് അതിമനോഹരമായ അനുഭവമാണ്. ഭൂകമ്പ സാധ്യത ഏറെയുള്ള പ്രദേശമായതിനാൽ തന്നെ ഇവിടുത്തെ കെട്ടിടങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക ഏറെയാണ്. സഞ്ചാരികൾ ഏറെ എത്തിച്ചേരുന്ന നഗരമാണ് ഷിംല. അത് ഷിംലയുടെ തെരുവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനാവുകയും ചെയ്യും. ഇവിടെയും ഒരു മാൾ റോഡുണ്ട്. ഷോപ്പിംഗിന്റെ പ്രധാന കേന്ദ്രമാണിത്. ഉല്ലാസത്തിന്റെ കേന്ദ്രം കൂടിയാണിവിടം. ബ്രിട്ടീഷുകാരുടെ സംഭാവനയാണ് ഇതെന്ന് പറയാം. ബ്രാൻഡഡ് സാധനങ്ങളും വ്യത്യസ്തമായ ഭക്ഷണശാലകളുമെല്ലാം ഇവിടെയുണ്ട്. 1972 ജൂലൈ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ ഒപ്പുവെച്ച ഷിംല കരാർ ഈ സ്ഥലത്തെ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ വെച്ചായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന കരാർ ഒപ്പുവെച്ചത്. തൊട്ടു മുൻപത്തെ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന യുദ്ധത്തിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട പാകിസ്ഥാൻ സൈനികരെ മോചിപ്പിച്ചതും ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ചതും ഈ കരാറാണ്. ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിലെ നിയന്ത്രണ രേഖ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതും ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഷിംല നഗരമധ്യത്തിലായി ഒരു ദേശീയ പതാക ഏറെ ഉയരത്തിൽ പാറിക്കളിക്കുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഷിംല മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ വൻ കൊടിമരം സ്ഥാപിച്ചത്.